മൈവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്നത് കൊണ്ട് തന്നെ അഭിനന്ദനം നൽകുന്നു. 1000 അഭിനന്ദനങ്ങൾ. അധികാരത്തിലേറുക, പ്രതിപക്ഷത്ത് നിങ്ങളുടെ പോരായ്മകളെയും നന്മകളെയും വേർതിരിച്ച് കണ്ട് വിമർശിക്കേണ്ട സമയത്ത് വിമർശിക്കാനും അനുമോദിക്കേണ്ട സമയത്ത് അനുമോദിക്കാനും ഞങ്ങളും പ്രതിപക്ഷത്തുണ്ടാവും. പക്ഷെ ചില ചോദ്യങ്ങൾ ബാക്കിയാക്കുകയാണ്. ചോദ്യങ്ങൾ മാത്രം, ഉത്തരങ്ങൾ ലഭിക്കുകയില്ല എന്ന വിശ്വാസത്തോടെ പലയിടങ്ങളിലും വോട്ടിംഗ് മെഷീനുകളിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. UP-യിലെ പല നിർധനരായിട്ടുള്ള കുടുംബങ്ങൾക്ക് നിങ്ങൾ പണം നൽകുകയും ആ പണത്തിന്റെ അടിസ്ഥാനത്തിൽ അവരിൽ നിന്നും വോട്ട് ചോദിക്കുകയും വോട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വലിയ തിരിച്ചടി നിങ്ങൾ നേരിടുമെന്ന് പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തിയ ചിത്രങ്ങളൊക്കെ നമ്മളിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ മണ്ഡലത്തിൽ വോട്ടിംഗ് മെഷീനുകൾ ട്രക്കുകളിൽ കയറ്റിക്കൊണ്ടുപോകുന്ന അതീവ ഗുരുതരമായിട്ടുള്ള അവസ്ഥ. രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമായിട്ടുള്ള അമേഠിയിൽ വോട്ടിംഗ് മെഷീനുകളിൽ ക്രമക്കേടുകൾ നടന്നതായിട്ടുള്ള ആരോപണവും പച്ചയായ സത്യങ്ങളും മുന്നിൽ നിൽക്കുമ്പോൾ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങളുടെ സംശയമാണ്. ആ സംശയത്തിന് ഉത്തരം നൽകാൻ ഒരിക്കലും നിങ്ങൾക്ക് സാധിക്കുകയില്ല എന്നുള്ളത് ഞങ്ങൾക്ക് വ്യക്തമായി അറിയാം. ഉത്തരേന്ത്യയിലെ എട്ടും പൊട്ടും തിരിയാത്ത ചില ആളുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെടേണ്ട ചില ജനങ്ങൾ, അവർക്ക് പണം നൽകിയപ്പോൾ 500 രൂപയുടെ ഒരു നോട്ട് നൽകിയപ്പോൾ അതാണ് ലോകമെന്ന് തിരിച്ചറിഞ്ഞ ചില പാവങ്ങൾ, വിദ്യാസമ്പന്നരല്ലാത്ത ചില ആളുകൾ, അവർക്ക് മുന്നിൽ 500 രൂപ എന്ന് പറയുന്നത് അവരുടെ പട്ടിണിയെ മാറ്റാനുള്ള ഒരു വലിയ സ്രോതസ്സായി ആ പാവങ്ങൾ കണ്ടു കാണും. ഗത്യന്തരമില്ലാതെ അവർ നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ നടന്ന ഒരു തിരഞ്ഞെടുപ്പായി കണക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കും? ചോദ്യങ്ങൾ ഒരുപാടുണ്ട്. പലയിടങ്ങളിലും വർഗീയ പരാമർശങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഭോപ്പാൽ അടങ്ങുന്ന മണ്ഡലങ്ങളിലൊക്കെ വർഗീയ പരാമർശങ്ങൾ ഉന്നയിക്കുന്ന പ്രജ്ഞയെ പോലെയുള്ള ആളുകൾ വർഗീയം പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിട്ട് ഇലക്ഷൻ കമ്മീഷനെ അടക്കം കൂറുപുലർത്തി കൂടെ നിർത്തി അവസാനം തിരഞ്ഞെടുപ്പ് നേരിട്ട് അതിലൂടെ വിജയം സ്വന്തമാക്കിയപ്പോൾ എങ്ങനെ ഈ ജനാധിപത്യ രാജ്യത്ത് ജീവിക്കുന്ന ഞങ്ങളടങ്ങുന്ന ആളുകൾ ഇത് ജനാധിപത്യ തിരഞ്ഞെടുപ്പാണെന്ന് വ്യക്തമാക്കി പറയും? അംഗീകരിക്കുന്ന ഒരു വിജയമാണെന്ന് പറയും. എങ്ങനെ പറയാൻ സാധിക്കും? അതാണ് പറഞ്ഞത്, നിർധനരായിട്ടുള്ള പാവങ്ങളെ കയ്യിൽ പിടിച്ച് അവരെ ഭീഷണിപ്പെടുത്തി വോട്ട് രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുന്ന ചിത്രങ്ങളടക്കം തെളിവുകളടക്കം നിങ്ങൾക്കെതിരെ ഈ രാജ്യത്തെ ജനങ്ങൾ, രാജ്യത്തെ മാധ്യമങ്ങൾ മുന്നോട്ട് വെച്ചപ്പോൾ ഒന്നും ചെയ്യാനായില്ല എന്ന ഒരൊറ്റ കാര്യം മാത്രമായിരുന്നു നിങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത്. കാരണം ജനാധിപത്യത്തെ വെല്ലുവിളിച്ചാണ് നിങ്ങൾ അധികാരത്തിലേറിയിരിക്കുന്നത്. അധികാരത്തിലേറുക, വിമർശനങ്ങൾ വരുമ്പോൾ ശക്തമായിട്ടുള്ള വിമർശനങ്ങൾ തീർച്ചയായും ഞങ്ങൾ ഉന്നയിക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ കടമ എന്ന് പറയുന്നത്, ജനാധിപത്യ സംവിധാനത്തോടു കൂടിയായിരുന്നു നിങ്ങൾ അധികാരത്തിലെത്തിയതിന് 100% തെളിവുകൾ ഞങ്ങൾക്ക് ലഭിച്ചിരുന്നുവെങ്കിൽ ആത്മാർത്ഥതയോടുകൂടി നിങ്ങളുടെ ജയം പരിപൂർണതയോടുകൂടി അംഗീകരിക്കുമായിരുന്നു. പക്ഷേ ഇന്നും ഞങ്ങൾക്കിടയിൽ ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നു. ആ ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരമുണ്ടെങ്കിലും ആ ഉത്തരം നൽകിയാൽ നിങ്ങൾ വലയിലാക്കപ്പെടും എന്നുള്ള ഒറ്റ ലക്ഷ്യമുള്ളത് കൊണ്ട് മാത്രം നിങ്ങളും മിണ്ടാതിരിക്കും. അതുകൊണ്ട് ഈ ജനാധിപത്യ രാജ്യത്ത് ജനാധിപത്യ സ്രോതസ്സുകളെ മാനിച്ചുകൊണ്ട് നടക്കുന്ന ഒരു തിരഞ്ഞെടുപ്പ് ഉടനുണ്ടാവും. ആ തിരഞ്ഞെടുപ്പിൽ ലക്ഷ്യസ്ഥാനത്തെത്തുന്നവർക്ക് ഞങ്ങൾ മനസ്സറിഞ്ഞ് മനസ്സിന്റെ അകത്ത് നിന്ന് അഭിനന്ദന പ്രവാഹം നൽകുക തന്നെ ചെയ്യും. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.